അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് ഹൾക്കും ഹൾക്ക് ബസ്റ്ററും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അവർ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഇടയ്ക്ക് ഹൾക്ക് കാരണം ഹൾക്ക് ബസ്റ്ററിന്റെ ഒരു കൈ നശിക്കപ്പെടുന്നുണ്ട്. ടോണി സ്റ്റാർക്ക് വെറോണിക്കയുടെ സഹായത്തോടെ ഹൾക്ക് ബസ്റ്ററിന് മറ്റൊരു കൈ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഹൾക്ക് ബസ്റ്ററിനെ ആക്രമിക്കാനായിട്ട് എത്തുകയും ടോണി സ്റ്റാർക്ക് ഹൾക്ക് ബസ്റ്ററിന്റെ റിപ്പൾസറുകളുടെ സഹായത്തോടെ ഹൾക്കിനെ തടയാനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹൾക്ക് ബസ്റ്ററിന്റെ റിപ്പൾസറുകളുടെ സഹായത്തോടെ ഹൾക്കിനെ അധിക നേരം തടയാൻ ടോണി സ്റ്റാർക്കിന് സാധിക്കുന്നില്ല. ടോണി സ്റ്റാർക്കിന്റെ മറ്റേത് അയൺമാൻ സ്യൂട്ടിനേക്കാളും പവർഫുൾ ആണ് ഹൾക്ക് ബസ്റ്റർ സ്യൂട്ട് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. എന്നിട്ടും ഹൾക്കിനെ പോലെ അതിശക്തനായ ഭീമനെ ഹൾക്ക് ബസ്റ്ററിന് തടയാൻ സാധിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് അതുകൊണ്ടൊക്കെ ആകാം അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറില് ഹൾക്കിനെ പോലെയുള്ള ഭീമന്മാരെ തടയാൻ ടോണി സ്റ്റാർക്ക് തന്റെ മാർക്ക് 50 സ്യൂട്ടില് നാനോ ബ്ലാസ്റ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിന്റെ അവസാന ഫൈറ്റില് അൾട്രോണിന്റെ പക്കൽ നിന്നും പവർ എഞ്ചിൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവഞ്ചേഴ്സ് എല്ലാവരും ഒരുമിക്കുന്നുണ്ട്. അവഞ്ചേഴ്സ് എല്ലാവരും ഒരുമിക്കുന്ന സമയത്ത് ഇവിടെ ഈ സീനിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടേക്ക് ഹൾക്ക് എത്തുമ്പോൾ വാണ്ട മാക്സിമോഫിനെയും ക്യുക്ക് സിൽവറിനെയും ഹൾക്ക് ആക്രമിക്കാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഹൾക്ക് പെട്ടെന്ന് പിൻവാങ്ങുന്നുണ്ട്. കാരണം അവസാനമായിട്ട് ഹൾക്ക് വാണ്ടയും ക്യുക്ക് സിൽവറിനെയും കണ്ടത് തന്റെ ശത്രുക്കളായിട്ടാണ്. എന്നാൽ ഇപ്പോൾ അവർ നല്ലവരാണ്. അവർ കൂടെ ഉള്ളതുകൊണ്ട് അവഞ്ചേഴ്സിന് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ആ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ഹൾക്ക് ഒബ്സർവ് ചെയ്തിട്ടാണ് ഹൾക്ക് ശാന്തമാകുന്നതും തന്റെ ശത്രുക്കൾ വാണ്ടയും ക്യുക്ക് സിൽവറുമല്ല, തന്റെ യഥാർത്ഥ ശത്രു അൾട്രോൺ ആണെന്ന് മനസ്സിലാക്കുന്നതും. ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാന്റെ ക്രിയേഷനിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്രിയേഷൻ ഹൾക്ക് ബസ്റ്റർ ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എങ്കിൽ വിശ്വസിക്കണം. കാരണം ദി അവഞ്ചേഴ്സ് എന്ന മൂവിയില് ഹൾക്ക് തന്റെ ഫുൾ ആങ്കർ മോഡില് അല്ലഞ്ഞിട്ട് പോലും ഹൾക്ക് ഒറ്റ പഞ്ചിൽ ഒരു ലെവിയാതൻ ഷിപ്പിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുന്നുണ്ട്. എന്നാൽ അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് ഹൾക്ക് ബസ്റ്ററിനെ പഞ്ച് ചെയ്യുമ്പോൾ ഹൾക്ക് ബസ്റ്ററിനെ ഒരു ഇഞ്ച് പോലും അനക്കാൻ ഹൾക്കിന് സാധിക്കുന്നില്ല. അതും ഹൾക്ക് തന്റെ ഫുൾ ആങ്കർ മോഡില് ആയിട്ട് പോലും. അതുകൊണ്ട് തന്നെ ടോണി സ്റ്റാർക്ക് അഥവാ അയൺമാന്റെ ക്രിയേഷനിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ക്രിയേഷൻ ഹൾക്ക് ബസ്റ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് തോറിന്റെ വെപ്പണായ മ്യോൾനിയർ വിഷൻ ഉയർത്തുന്നുണ്ട്. ഒരുപാട് പേര് വിചാരിച്ചേക്കുന്നത് വിഷൻ ഒരു ആൻഡ്രോയിഡ് മെഷീൻ ആയതുകൊണ്ടാണ് മ്യോൾനിയർ ഉയർത്തിയത് എന്നും മ്യോൾനിയർ ഉയർത്തുന്നതോടൊപ്പം വിഷന് തോറിന്റെ പവർ പൊസസ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ. എന്നാൽ അതങ്ങനെയല്ല. വിഷന് മ്യോൾനിയർ വീൽഡ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ തോറിന്റെ പവർ പൊസസ് ചെയ്യാനും സാധിക്കും. അത് നിനക്കെങ്ങനെ അറിയാമെന്ന് നിങ്ങൾ ചോദിച്ചാല് പറയാം. അതായത് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിന്റെ അവസാന ഫൈറ്റില് വിഷൻ മ്യോൾനിയർ ഉപയോഗിച്ച് അൾട്രോണെ ആക്രമിക്കുന്നുണ്ട്. ഇവിടെ ഈ സീനിൽ ശ്രദ്ധിച്ചു നോക്കിയാല് വിഷൻ മ്യോൾനിയറിന്റെ സഹായത്തോടെ അൾട്രോണെ ആക്രമിക്കുമ്പോൾ തോറ് മ്യോൾനിയർ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന അതേപോലത്തെ ഒരു ചെറിയ ലൈറ്റ്നിങ് എഫക്റ്റ് ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് സൂചിപ്പിക്കുന്നത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമില് ക്യാപ്റ്റൻ അമേരിക്ക മ്യോൾനിയർ എടുക്കാൻ വെർത്തിയായതുപോലെ വിഷനും വെർത്തിയാണ് എന്ന് തന്നെയാണ്. അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണില് ടോണി സ്റ്റാർക്ക് ഹൾക്ക് ബസ്റ്റർ ക്രിയേറ്റ് ചെയ്തത് അയൺമാൻ സ്യൂട്ടുകളുടെ പല ബോഡി കമ്പോണൻസ് വെച്ചിട്ടാണെന്ന് നമുക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓരോ ബോഡി കമ്പോണൻസിനും ഹൈ പവർ സോഴ്സ് അത്യാവശ്യമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാല് ഹൾക്ക് ബസ്റ്ററിന്റെ ഓരോ ബോഡി പാർട്സിനും അവയ്ക്ക് സ്വന്തമായിട്ട് ആർക്ക് റിയാക്ടേഴ്സ് ഉണ്ട്. അതായത് ഹൾക്ക് ബസ്റ്റർ പവർ അപ്പ് ചെയ്യാൻ 9 ആർക്ക് റിയാക്ടേഴ്സ് ടോണി സ്റ്റാർക്ക് ഉപയോഗിക്കുന്നുണ്ട്.